വഅഖൂൽ, ആരാണ് സലഫികൾ? ധാരാളം നമ്മൾ കേട്ടുവരാറുണ്ട്. എന്നല്ല, ഒരു പക്ഷേ സലഫികളാണ് ഒരു ബഹുസ്വര സമൂഹത്തിന് ഏറ്റവും അധികം അസമാധാനങ്ങളും കാലുഷ്യവും ഉണ്ടാക്കുന്ന വിഭാഗം എന്നത് ഏറെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്റെ മുഖത്തേക്ക് പലരും നോക്കുമ്പോൾ ഒരു പ്രതിയെ നോക്കിക്കാണുന്നത് പോലെയൊക്കെ കാണുന്നുണ്ടാകാം, ചിലർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആരാണ് സലഫികൾ? സലഫികൾ എന്ന് പറയുന്നത് വഹുമുല്ലദീന യത്തബിഊന അസ്സലഫ അസ്സാലിഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. സച്ചരിതരായ സലഫുകളെ പിന്തുടരുന്ന, പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ, അവരാണ് സലഫികൾ. അപ്പോൾ ഒരു സംശയം നമുക്ക് വീണ്ടും വന്നു, ആരാണ് സച്ചരിതരായ സലഫുകൾ? അത് നിർവചിക്കപ്പെടേണ്ടതുണ്ടല്ലോ. സമയത്തിന്റെ ദൗർലഭ്യം കാരണത്താൽ ഞാൻ നീട്ടുന്നില്ല, ഒരു കാര്യവും ആവർത്തിക്കാനും പോകുന്നില്ല. ആർക്കെങ്കിലും പിന്നെ ആവശ്യമാണെങ്കിൽ മൊബൈലിലോ മറ്റോ റെക്കോർഡ് ചെയ്യുന്നതിന് എനിക്കൊരു തടസ്സമല്ല. ആരാണ് സച്ചരിതരായ സലഫുകൾ? അസ്സലഫ് അസ്സാലിഹ് റളിയല്ലാഹു അൻഹും. ആരാണവർ? വഹും അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم التابعون وتبع الاتباع. സച്ചരിതരായ സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. സ്വഹാബികൾക്കാണ് സലഫുകൾ എന്ന് പറയാം. അവരെ കഴിഞ്ഞാൽ തൊട്ടടുത്ത തലമുറയായ താബിഉകളും അതിനുശേഷം വന്ന താബിഉകളുടെയും തലമുറ, അവരും സലഫു സ്വാലിഹുകളിൽ ചേരുന്ന വിഭാഗമാണ്. ഇത്രയും ഞാൻ പറയുമ്പോ എന്താണ് സുബൈറ പറഞ്ഞതിനുള്ള തെളിവ് എന്ന് നിങ്ങൾ ആലോചിക്കും. അത് അനിവാര്യമാണ്. ഖൗലുല്ലാഹി തബാറക വതആല ഫീ സൂറത്തി തൗബ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. തൗബയിലെ 100-ാമത്തെ വചനം. ഇസ്ലാമിലേക്ക് ആദ്യമായി മുൻകടന്നു വന്നിട്ടുള്ള മുഹാജിറുകളും അൻസ്വാറുകളും അവരെ കുറിച്ചാണ് ചർച്ച. അഥവാ സ്വഹാബിമാര്, അവരൊന്നുകിൽ മുഹാജിറുകളാണ് അല്ലെങ്കിൽ അൻസ്വാറുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണ രൂപത്തിൽ ശരിയായ രൂപത്തിൽ അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകളും റളിയല്ലാഹു അൻഹും. ഈ പറഞ്ഞ വിഭാഗത്തെ നിങ്ങൾ എടുത്തു നോക്കൂ. സ്വഹാബത്ത്, മുഹാജിറുകളും അൻസ്വാറുകളും അടങ്ങുന്ന സ്വഹാബത്ത്, അവരെ ഏറ്റവും പൂർണ്ണ രൂപത്തിൽ നല്ല രൂപത്തിൽ പിന്തുടർന്നിട്ടുള്ള ആളുകൾ, താബിഈങ്ങൾ, താബിഉത്താബിഈങ്ങൾ, ഇവരെ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻ, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരുമാണ്. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങൾ, സ്വർഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദൻ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. ദാലികൽ ഫൗസുൽ അളീം, ആ സ്വർഗം നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം, മഹത്തായ വിജയം. അള്ളാഹുവിന്റെ തൃപ്തി നേടുക, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് നേടുക, ആ മഹത്തായ വിജയത്തിന്റെ അവകാശികളായി തീരുക. ഇതുദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നുകിൽ അൻസ്വാറുകളും മുഹാജിറുകളും അടങ്ങുന്ന സ്വഹാബികളാകണം, അല്ലെങ്കിൽ അവരെ പൂർണ്ണ രൂപത്തിൽ, ഉത്തമമായ രൂപത്തിൽ പിന്തുടരുന്ന ആളുകളാകണം. ഈ കാര്യം ഉറപ്പാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിൽ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണ രൂപത്തിൽ അവരെ പിന്തുടർന്നവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടുമോ? ആരൊക്കെ പെടും? അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല
ഷഹാദത്ത് നൽകിയിട്ടുള്ള, സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള, ഉത്തമരെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു തലമുറ ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ചു തന്നു. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. മൊത്തം മാനവരാശിയിൽ ഏറ്റവും ഉത്തമരായ ജനവിഭാഗം എന്റെ കൂടെ ജീവിക്കുന്ന ആളുകളാണ്, സ്വഹാബികളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് തൊട്ടുപിറകിൽ വരുന്ന തലമുറയാണ്, അഥവാ നമ്മൾ താബിഉകൾ എന്ന് പറയും. സുമ്മല്ലദീന യലൂനഹും, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തൊട്ടുപിറകിൽ വരുന്ന തലമുറകളാണ്. ഈ 3 തലമുറകളെയാണ് ഉത്തമരായ തലമുറകൾ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയും, സലഫു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സ്വഹാബികളാണ്. പിന്നെ പൂർണ്ണ രൂപത്തിൽ അവരെ പിന്തുടർന്ന താബിഉകളും താബിഉകളും അവരിൽപ്പെടും. ഇവരുടെ മാർഗം പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്നവരാരോ അവർക്ക് നമ്മൾ സലഫികൾ എന്ന് പറയും. ഇതാണ് ആ പേര്. വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രചാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ചെവി കൊടുക്കാറില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ദൂരീകരിക്കാൻ നിന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം ഈ ആയുസ് കാലം കൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയില്ല. അത് അതിന്റെ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ സത്യമെന്ന് പൂർണ്ണ ബോധ്യമുള്ള തെളിവുകളുടെ പിൻബലമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോ ഇവര് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ, ഇവര് സലഫികൾ. സലഫുകൾ ഈ 3 തലമുറയും അവരെ പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ അസ്സലഫിയൂൻ, സലഫികൾ എന്ന് പറയും. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് അഹ്ലുസുന്ന, സുന്നികൾ എന്ന് പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറയും. ചിലപ്പോൾ അസ്ഹാബുൽ അസ്രി വൽ ഹദീസ്, ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും ആളുകൾ എന്ന് പറയും. ചിലപ്പോൾ അൽ ഫിർഖത്തുൻ നാജിയ അത്വായിഫത്തുൽ മൻസൂറ, വിജയിച്ച കക്ഷി, രക്ഷപ്പെട്ട കക്ഷി, അള്ളാഹുവിന്റെ സഹായം ലഭിച്ച കക്ഷി എന്ന അർത്ഥത്തിലും പല വാക്കുകളും ഇവരെ സംബന്ധിച്ച് പറയും. ഇതൊക്കെ അവർക്കുള്ള പേരാണ്. അപ്പൊ സലഫികൾ എന്ന് പറഞ്ഞാൽ, സലഫുകൾ ഈ 3 തലമുറയിൽ നമ്മൾ അവസാനിപ്പിച്ചു. അവരെ പിന്തുടരുന്നവർ സലഫികളുമായി. അപ്പൊ സലഫികളെ സംബന്ധിച്ച് പൊതുവെ അവർ പറഞ്ഞു വരുന്ന നിർവചനം ഇതാണ്: കുല്ലു മൻ മളാ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അസരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം അവിടുത്തെ കാൽപ്പാടുകൾ പൂർണ്ണ രൂപത്തിൽ പിന്തുടർന്നു പോകുന്നവരാരൊക്കെയാണോ അവരെല്ലാവരും അഹ്ലുസുന്നയാണ്, അവർ അൽ ജമാഅയാണ്, അവർ ഫിർഖത്തുൻ നാജിയയാണ്, അവർ ത്വായിഫത്തുൽ മൻസൂറത്താണ്, അവർ സലഫികളാണ്. അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, നിരൂപക പണ്ഡിതന്മാർ സഹീഹെന്ന് വിധിച്ചിട്ടുള്ള ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന വമൻ മഈ, ഞാനും എന്റെ കൂടെയുള്ള ആളുകളും സഹാബികളുമാണ് എന്ന് പറഞ്ഞു. ഖീൽ സുമ്മ മൻ യാ റസൂലല്ലാഹ്, തുടർന്നുകൊണ്ട് ചോദിക്കുന്നു, താങ്കളോടൊപ്പമുള്ള സഹാബികളുമാണ് മാനവരാശിയിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളെങ്കിൽ പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീ അലൽ അസർ, എന്റെ കാൽപ്പാടുകൾ അതിന്റെ തനതു രൂപത്തിൽ പിന്തുടരുന്നവരാരാണോ അവരാണ്. പിന്നെയും അദ്ദേഹം ചോദിച്ചു, സുമ്മ മൻ യാ റസൂലല്ലാഹ്, അവരെ കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ആരെയും കൂട്ടിയില്ല, മറ്റുള്ളവരെ മുഴുവനും ഒഴിവാക്കി, നിരാകരിച്ചു. അപ്പൊ സലഫികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടി, സലഫുകളെ പിന്തുടരുന്നവരാണ്. സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ.
അവരെ പിന്തുടരുന്ന ഏതൊരാളും സലഫികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഖൈറുൻ നാസ് എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ 3 തലമുറ കഴിഞ്ഞാൽ ആ പിന്തുടരുന്ന ആളുകൾ മറ്റതൊരു തലമുറ അടിസ്ഥാനത്തിൽ തന്നെ റസൂലുള്ളാഹിനെ പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്നവരായിരുന്നു. പിന്നീട് വരുന്ന തലമുറകളിൽ നീതിമാന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഉണ്ടാവുക, തലമുറ മൊത്തത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇമാം ആജുരി തന്റെ ശരീഅയിൽ പറഞ്ഞു, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين. ഈ സലഫുകളായിട്ടുള്ള സഹാബത്ത്, താബിഉകൾ, താബിഉകൾ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയിട്ടുള്ള ഈ അനന്തര സ്വത്ത്, ലെഗസി ഓഫ് ദ പ്രൊഫറ്റ്ഹുഡ്, ആരാണത് വഹിക്കുന്നത്? മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു, 3 തലമുറ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറകളിൽ നീതിമാന്മാരായ വ്യക്തികളാണ് ഈ ലെഗസി, ഈ അനന്തര സ്വത്ത്, മീറാസുൻ നുബുവ, അത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ വസ്തു പറയാം, അവരെ നിങ്ങൾക്ക് വർണ്ണിച്ചു തരാം. യൻഫൂന അൻഹു തഹരീഫൽ ഗാലി വൻതിഹാലൽ മുബ്തിലീൻ വതഅ്വീലൽ ജാഹിലീൻ. യൻഫൂന അൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടു തന്നിട്ടുള്ള ഈ മീറാസിൽ, അവിടുന്ന് വിട്ടേച്ചു പോയിട്ടുള്ള ഈ അനന്തര സ്വത്തിൽ, ഈ ദീനിൽ ഏതെങ്കിലും തരത്തിലുള്ള തഹരീഫൽ ഗാലീൻ, അതിര് വിട്ടു പോകുന്ന ആളുകൾ, അവര് നടത്തുന്ന തഹരീഫാത്തുകൾ, ഭേദഗതികൾ, മാറ്റത്തിരുത്തലുകൾ അവർ അംഗീകരിക്കില്ല, അതിനെ തീർത്തും പ്രതിരോധിക്കുന്നവരാണ്. വൻതിഹാലൽ മുബ്തിലീൻ, ബാത്തിലിന്റെ ആളുകൾ പുതിയ ഇല്ലാത്ത കാര്യങ്ങൾ കച്ചുകെട്ടി ഈ മതത്തിലേക്ക് മെല്ലെ മെല്ലെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തീർത്തും പ്രതിരോധിച്ച് നിരാകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വതഅ്വീലൽ ജാഹിലീൻ, വിവരമില്ലാത്ത ആളുകൾ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ മതത്തിലേക്ക്, മതത്തിന്റെ പ്രമാണങ്ങളിലേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അത് പ്രതിരോധിക്കുകയും അവയെ നിരാകരിക്കുകയും മതത്തെ അതിന്റെ ആദിമ പരിശുദ്ധിയിൽ നിലനിർത്തിപ്പോരുന്ന ആളുകളുമായിരിക്കും അവർ. ഇതാണ് അവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സലഫു സ്വാലിഹിനെ അംഗീകരിക്ക, പൂർണ്ണ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ സലഫുകൾ എന്ന് പറയുന്നത് ആ 3 തലമുറ.